Good morning all. അപ്പോൾ നമ്മൾ പുതിയ സബ്ജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാണ് RDBMS. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഫസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ടു RDBMS ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതായത് RDBMSക്ക് ഫസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ഞാൻ നിങ്ങൾക്ക് തരികയാണ്. നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് RDBMS എന്താണെന്ന് അറിയണം. അതിൻ്റെ മുന്നേ DBMS അതായത് ഡാറ്റാബേസ് എന്താണെന്ന് അറിയണം. നോക്കാം, എന്താണ് ആദ്യം ഡാറ്റാബേസ്. A database is a collection of organized data, information and records. ഡാറ്റാബേസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഓർഗനൈസേഷൻ ഓഫ് കളക്റ്റഡ് ഡാറ്റ. നമ്മൾ കുറേ ഡാറ്റ കളക്ട് ചെയ്തിട്ട് അതിനൊരു സ്പെഷ്യൽ വേയിൽ ഓർഗനൈസ് ചെയ്ത് കൊണ്ടുവരുന്നതിനെയാണ് നമ്മൾ ഡാറ്റാബേസ് എന്ന് പറയുന്നത്. ഡാറ്റ എന്ന് പറഞ്ഞാൽ ഇൻഫോർമേഷൻ ആവാം, റെക്കോർഡ്സ് ആവാം. അത് നമ്മൾ എന്താണ് ഇൻഫോർമേഷൻ, എന്താ റെക്കോർഡ്സ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. കാരണം നമ്മുടെ RDBMSക്ക് വരുമ്പോഴാണ് ഇൻഫോർമേഷനും റെക്കോർഡ്സൊക്കെ വരുന്നത്. അതൊക്കെ ടെർമിനോളജീസാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയും. അപ്പോൾ ജസ്റ്റ് ഇപ്പോൾ ഡാറ്റാബേസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് ഓർഗനൈസ്ഡ് ഡാറ്റ. നമ്മളുടെ കയ്യിൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഡാറ്റ ഉണ്ടെങ്കിൽ, സപ്പോസ് ഇപ്പോൾ നിങ്ങൾ സ്റ്റുഡൻസ് ആണ്, നിങ്ങളുടെ ഡാറ്റ എൻ്റെ കയ്യിലുണ്ട്. അതായത് നിങ്ങളുടെ റോൾ നമ്പർ, നെയിം, സബ്ജക്റ്റ് ഓർ മാർക്ക്, എനിത്തിങ് ലൈക്ക് ദാറ്റ്. ഏതെങ്കിലും ഒരു ടൈപ്പ് വേയിൽ ഞാൻ നിങ്ങളുടെ ഡാറ്റയൊക്കെ ഓർഗനൈസ് ചെയ്ത് കൊണ്ടുവരുന്നതിനെയാണ് ഡാറ്റാബേസ് എന്ന് പറയുന്നത്. അത് ഏത് ബേസിലാണെന്നൊക്കെ നമ്മൾ പറയാൻ പോവാണ്. ദെൻ പർപ്പസ് ഓഫ് ഡാറ്റാബേസ്. എന്തിനാണ് നമ്മൾ ഡാറ്റാബേസ്? Database is information that a person needs in his personal, business, social, religious life, and the power and purpose of information is not only in collecting and finding them but more importantly in using them. ഇതെന്ന് പറഞ്ഞാൽ ഡാറ്റാബേസ് എന്ന് പറഞ്ഞാൽ ഓക്കെ, അപ്പോൾ ഡാറ്റാബേസിൻ്റെ പർപ്പസ് എന്താണെന്നാണ് നമ്മളിനി നോക്കുന്നത്. ഡാറ്റാബേസ് ആണ് ജസ്റ്റ് ഇൻഫർമേഷൻ. ഇപ്പോൾ ഞാൻ പറഞ്ഞു സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽസ് അങ്ങനെയും പറ്റും, അതേപോലെ പേഴ്സണൽ ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ, ബിസിനസ് ഡീറ്റെയിൽസ്, സോഷ്യൽ, റിലീജിയസ്, എനി ടൈപ്പ് ഓഫ് ഡീറ്റെയിൽസ് പോസിബിളാണ്. നമ്മളിവിടെ ഈസിക്ക് വേണ്ടിയിട്ട് എപ്പോഴും നിങ്ങൾ സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ് സാമ്പിളായിട്ട് പറയുന്നത്. അപ്പോൾ സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ആണെങ്കിൽ ഞാൻ പറഞ്ഞു നിങ്ങളുടെ റോൾ നമ്പർ, നെയിം, ക്ലാസ്, സബ്ജക്റ്റ്, എനിത്തിങ് ലൈക്ക് ദാറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെ നിങ്ങൾ ഓർഗനൈസ് ചെയ്തിട്ടൊരു വേയിൽ നിങ്ങൾ 1 by 1 ആയിട്ട് നമ്മൾ ഡിജിറ്റലി എങ്ങനെയാണ് കീപ്പ് ചെയ്യുന്നത്, അതിനെയാണ് നമ്മൾ ഡാറ്റാബേസ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മളത് കളക്ട് ചെയ്യുക എന്നതിനേക്കാൾ ഇറ്റ്സ് ഇമ്പോർട്ടൻ്റ്ലി ഇൻ യൂസിങ് ദം. അതായത് നമ്മൾ സ്റ്റുഡൻറ്റിൻ്റെ എക്സാമ്പിളാണ് പറഞ്ഞത്. ഇപ്പോൾ ഈവൻ നിങ്ങൾ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുമ്പോൾ, സപ്പോസ് നിങ്ങൾ ആമസോണിൻ്റെ എന്തെങ്കിലും പ്രൊഡക്റ്റ് കണ്ട് ലൈക്ക് അടിച്ചു. ലൈക്ക് അടിക്കുന്ന ആ നിമിഷം ഞാൻ ജസ്റ്റ് ഒരു ലൈക്കെല്ലാം അടിച്ചിട്ടുള്ളൂ എന്ന് കരുതും. പക്ഷേ ആ നിമിഷം നിങ്ങളുടെ ഡാറ്റ, ജസ്റ്റ് ഫോൺ നമ്പർ ആവട്ടെ അല്ലെങ്കിൽ മെയിൽ ഐ ഡി, ഏതെങ്കിലും ഒരു ടൈപ്പ് വേല നിങ്ങളെ യുണീക്ലി ഐഡൻറ്റിഫൈ ചെയ്യുന്ന നിങ്ങളുടെ ഡാറ്റ, ആ ഡാറ്റ എന്തായിട്ടുണ്ടാവും, അവർ കീപ്പ് ചെയ്തിട്ടുള്ള ഡാറ്റാബേസിൽ നിങ്ങൾ ലൈക്ക് അടിക്കുന്ന നിമിഷം അതിനകത്തേക്ക് നിങ്ങളുടെ ഡാറ്റ എത്തി. ഓക്കെ, അപ്പോൾ അവരുടെ ഡാറ്റാബേസ്, ഞാൻ പറഞ്ഞു അവരുടെ കയ്യിൽ ഡാറ്റാബേസ് ഉണ്ട്. ആ ഡാറ്റാബേസിനകത്ത് നിങ്ങളുടെ ഡാറ്റ എത്തി നിങ്ങൾ ആ ലൈക്ക് അടിക്കുന്ന നിമിഷം. അപ്പോൾ എന്ത് ചെയ്തു, പിന്നെ നിങ്ങൾ നെക്സ്റ്റ് ടൈം നിങ്ങൾ സോഷ്യൽ മീഡിയ ഒക്കെ ഓപ്പൺ ആക്കുമ്പോൾ ഫുള്ള് നിങ്ങൾ ലൈക്ക് അടിച്ച കണ്ടൻറ്റിന് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഫോട്ടോസ് വരുന്നു, ആഡ് വരുന്നു, അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരും. ഇല്ലേ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലത്? നമ്മൾ എന്തെങ്കിലും ലൈക്ക് അടിച്ചാൽ പിന്നെ അതങ്ങനെ വന്നുകൊണ്ടിരിക്കും. നമുക്ക് ചിലപ്പോൾ അയ്യോ വേണ്ടിയിരുന്നില്ല എന്ന് വരെ തോന്നും ചിലതൊക്കെ. അപ്പോൾ അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? അവിടെയാണ് ഈ പർപ്പസ് ഓഫ് ഡാറ്റാബേസ് കിടക്കുന്നത്. കാരണം പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും നമ്മുടെ ഡാറ്റ യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. പല രീതിയിലും ബ്ലാക്ക് മെയിലിംഗ് ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതായത് നമ്മളിങ്ങനെ ഇതെന്നൊരു എക്സാമ്പിൾ പറഞ്ഞാൽ പല രീതിയിലും നമ്മളുടെ ഡാറ്റ നമ്മളുടെ കയ്യിൽ നിന്ന് വേറെ ഒരാൾക്ക് എത്തിക്കിട്ടും, അവരുടെ ഡാറ്റാബേസിലെത്തും. അവിടെ അവർ ചെയ്യുന്നത് എന്താണ്, നമ്മളുടെ ഡാറ്റയെ അവർ ഡാറ്റാബേസിൽ വെച്ചിട്ട് യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അവരുടെ അഡ്വർടൈസ്മെൻറ്റിന് വേണ്ടിയില്ല, അതൊക്കെ അവരുടെ ലാഭത്തിന് വേണ്ടിയിട്ടല്ലേ നമ്മളുടെ ഡാറ്റ യൂസ് ചെയ്യുന്നത്. അവിടെയാണ് പർപ്പസ് ഓഫ് ഡാറ്റാബേസ് കിടക്കുന്നത്. ഞാൻ പറഞ്ഞു അത് പോസിറ്റീവായിട്ടുണ്ട്, നെഗറ്റീവായിട്ടുണ്ട്. ഓക്കെ, രണ്ട് രീതിയിലെടുക്കുക. നമ്മളിപ്പോൾ പോസിറ്റീവായിട്ട് കാണുന്നതാണല്ലോ നല്ലത്, എല്ലാം പോസിറ്റീവായിട്ട് കാണുന്നതാണ് അതിൻ്റെ ഒരു ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് പർപ്പസ് ഓഫ് ഡാറ്റാബേസ്. ഓക്കെ, അത് യൂസ് ചെയ്യണം. പലതരത്തിലും മാനിപ്പുലേഷൻ പോസിബിളാണ്. നമ്മളിവിടെ ഏറ്റവും ബേസിക് ലെവലിലുള്ള മാനിപ്പുലേഷൻസൊക്കെ നമ്മളിവിടെ പറയും. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് റിലേഷണൽ മോഡലാണ്. അതായത് നമ്മളുടെ ഡാറ്റാബേസിൽ നമുക്കിപ്പോൾ ഈ സെമ്മിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് RDBMS ആണ്, റിലേഷണൽ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം. അപ്പോൾ പറയണമെന്നുണ്ടെങ്കിൽ ആദ്യം എന്താണ് റിലേഷണൽ മോഡൽ എന്ന് പറയണം. പല ടൈപ്പിൽ ഡാറ്റാബേസസ് ഉണ്ട്. ഹൈറാർക്കിക്കൽ ഉണ്ട്, ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ഉണ്ട്, പിന്നെ നെറ്റ്വർക്ക്ഡ് ഉണ്ട്, അങ്ങനെ പല വേസിലുണ്ട്. നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് റിലേഷണൽ ഡാറ്റാബേസിനകത്താണ്. അപ്പോൾ എന്താണ് റിലേഷണൽ മോഡൽ നോക്കാം. നിങ്ങൾക്ക് ഈ ഫിഗറിൽ കാണാം കുറേ ടൈപ്സ് ഓഫ് ടാബിൾസ്. ഇത് വരക്കേണ്ട ആവശ്യമില്ല കേട്ടോ, ഈ ടാബിൾസ് ഒന്നും വരക്കണ്ട, ജസ്റ്റ് ഇതിൻ്റെ കൂടെ വിട്ടുന്നേ ഉള്ളൂ, അത് അങ്ങനെ വന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ വരക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് തിയറി എഴുതിയാൽ മതി. അപ്പോൾ നമ്മുടെ റിലേഷണൽ മോഡൽ എന്താണെന്ന് ജസ്റ്റ് നോക്കാം. It was developed by Dr. E.F. Code of IBM in 1970s. Okay. To solve the problems of the earlier database models as well as finding of making database management less dependent on any application.
എന്തെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കറക്റ്റ് എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ റിലേഷണൽ മോഡൽ കൊണ്ടുവന്നത് എന്തുകൊണ്ടാണെന്ന്, അതായത് നമ്മൾ ഒരുപാട് ഡാറ്റാബേസ് മോഡൽസ് മുന്നേ യൂസ് ചെയ്തു. ഇപ്പോൾ നമ്മൾ പറഞ്ഞ പല ടൈപ്പ് മോഡൽസ്, അതുപോലെ ഒരുപാട് ടൈപ്സ് ഡാറ്റ മോഡൽസ് ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് വന്നപ്പോൾ അതിൻ്റെ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്തുകൊണ്ട്, അതായത് ഡിപ്പെൻഡൻസി ഇഷ്യൂസ്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഡാറ്റാബേസ് അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമുക്ക് പിന്നെ വേറൊരു കാര്യത്തിന് അത്ര എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അത്തരം പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്തുകൊണ്ട് നമ്മുടെ ഡാറ്റാബേസിൽ കൊണ്ടുവന്ന ഒരു മോഡലാണ് റിലേഷണൽ മോഡൽ. The term relations, attributes and domains are used frequently in relational database models. നമ്മുടെ ഈ റിലേഷണൽ മോഡൽ ടേമിനകത്ത് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള 3 കൺസെപ്റ്റുകളാണ് റിലേഷന്, ആട്രിബ്യൂട്ട്, ഡൊമെയിൻ. ഈ റിലേഷൻ ഈസ് എ ടേബിൾ വിത്ത് കോളംസ് ആൻഡ് റോസ്. റിലേഷൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ടേബിളാണ്. കണ്ടോ, ഇവിടെ കണ്ടൊരു ടേബിൾ, ഇതുപോലെയുള്ള ജസ്റ്റ് ഒരു ടേബിളിനെയാണ് നമ്മൾ റിലേഷൻ എന്ന് പറയാം. ഇതിനകത്ത് കോളംസ് ഉണ്ടായിരിക്കും, അതേപോലെ റോസ് ഉണ്ടായിരിക്കും. ഓക്കെ, ദെൻ ആട്രിബ്യൂട്ട്സ് ആർ ദ നെയിംസ് ഗിവൺ ടു ദ ഈച്ച് കോളം ഓഫ് ദി റിലേഷൻ. ഇതിനകത്തുള്ള ഓരോ കോളത്തിനും നമ്മൾ ഓരോ നെയിം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഉണ്ടോ, യൂസർ ഐ ഡി, യൂസർ നെയിം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കൊടുക്കുന്നില്ലേ, ഇതിനെയാണ് നമ്മൾ ആട്രിബ്യൂട്ട് എന്ന് പറയുക. ഓക്കെ, അപ്പോൾ ഇതിനകത്തുള്ള ഓരോ കൺസെപ്റ്റുകളും നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. എന്താണ് റിലേഷൻ, എന്താണ് ആട്രിബ്യൂട്ട്, ഇതൊക്കെ വൺ വേർഡൊക്കെ ചോദിക്കാൻ ടൈപ്പുള്ള ക്വസ്റ്റ്യൻസാണ്. ദെൻ ഡൊമെയിൻ ഇസ് ദ വാല്യൂ വിത്ത് വിച്ച് ദ ആട്രിബ്യൂട്ട് വിൽ ടേക്ക്. ഇതിനകത്തുള്ള ഓരോ ആട്രിബ്യൂട്ടിനുള്ള വാല്യൂ ആണ് അതിൻ്റെ ഡൊമെയിൻ. ഓക്കെ, ഇതാണ് റിലേഷണൽ മോഡലിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ റിലേഷണൽ ഡാറ്റാബേസ് ഈസ് എസെൻഷ്യലി എ കളക്ഷൻ ഓഫ് ടേബിൾസ്. റിലേഷണൽ ഡാറ്റാബേസ് എന്ന് പറഞ്ഞാൽ കളക്ഷൻ ഓഫ് ടേബിൾസ് ആണ്. ആൻഡ് ഇഫ് എ ഡാറ്റാബേസ് ഈസ് എ കളക്ഷൻ ഓഫ് ടേബിൾസ്, ദീസ് ടേബിൾസ് ആർ സിംപ്ലി കോൾഡ് റിലേഷൻസ്, ഹെൻസ് ദ നെയിം. അതായത് നമ്മുടെ റിലേഷണൽ ഡാറ്റാബേസ് കളക്ഷൻ ഓഫ് ടേബിൾസ് ആണ്. നമ്മൾ പറഞ്ഞു റിലേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ടേബിളാണ്. അപ്പോൾ റിലേഷണൽ ഡാറ്റാബേസ് എന്ന് പറഞ്ഞാൽ അത്തരം കളക്ഷൻ ഓഫ് ടേബിൾസ് ആയിരിക്കും റിലേഷണൽ ഡാറ്റാബേസ്. ആൻഡ് ഇഫ് എ ഡാറ്റാബേസ് ഈസ് കളക്ഷൻ ഓഫ് ടേബിൾസ്, ഡാറ്റാബേസ് കളക്ഷൻ ഓഫ് ടേബിൾസ് ആണെങ്കിൽ നമ്മൾ ജസ്റ്റ് പറയുന്ന പേരാണ് റിലേഷൻസ് ആൻഡ് ദ നെയിം. അപ്പോൾ നമ്മൾ പറഞ്ഞു സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ അത് സ്റ്റുഡൻറ്റിൻ്റെ റിലേഷൻസ് ആണ് അവിടെ കാണിക്കുന്നത്. ഓക്കെ, അതായത് അതിൻ്റെ റോൾ നമ്പർ ഉണ്ടായിരിക്കും, നെയിം ഉണ്ടായിരിക്കും, സബ്ജക്റ്റ്, മാർക്ക് ആൻഡ് ഓൾ. അപ്പോൾ ഈ റിലേഷണൽ മോഡൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു റിലേഷണൽ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം കൊണ്ടുവരാനുള്ള അതിൻ്റെ ഒരു ബേസിക് കൺസെപ്റ്റാണ് റിലേഷണൽ മോഡൽ. അതായത് ജസ്റ്റ് ടേബിൾ ഫോർമാറ്റിലാണ് നമ്മൾ ഡാറ്റ ഓർഗനൈസ് ചെയ്യുന്നത്, നമ്മുടെ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റുഡൻറ്റിൻ്റെ ഡാറ്റാബേസ് ഉണ്ടാക്കുന്നെങ്കിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക, റോൾ നമ്പർ, നെയിം, സബ്ജക്റ്റ്, മാർക്ക് ഓർ ലൈക്ക് ദാറ്റ് എന്താണ് നമ്മൾ കൊടുക്കുന്ന ആ ഡാറ്റാസ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ എന്താണ് റിലേഷണൽ മോഡൽ എന്ന് ബേസിക് ഒരു ഐഡിയ കിട്ടിയില്ലേ. അപ്പോൾ ഇനി നെക്സ്റ്റ് എന്താണ് RDBMS എന്ന് നോക്കാം. അപ്പോൾ റിലേഷൻ മോഡൽ എന്താണെന്ന് പറഞ്ഞില്ല. പിന്നെ ഈ പേരുകളൊക്കെ നിങ്ങൾ പഠിച്ചുകൊണ്ടോ, പുതിയതായിരിക്കും നിങ്ങൾക്ക് ഈ പേരുകൾ ആട്രിബ്യൂട്ട്, ഡൊമെയിൻ, റിലേഷൻ എന്നൊക്കെ ഇവിടെ മീൻ ചെയ്യുന്നത്, നമ്മളുടെ DBMSനകത്ത് മീൻ ചെയ്യുന്നത് ഇങ്ങനെയൊക്കെയാണ്. ഓക്കെ, അപ്പോൾ ഇത് ബേസിക്കായിട്ട് നമ്മൾ DBMS പറഞ്ഞു പോകണം. അപ്പോൾ ഈ പേരുകളൊക്കെ നിങ്ങൾ ഇപ്പോഴേ മനസ്സിലാക്കണം. എന്താണ് റിലേഷൻ, എന്താണ് ആട്രിബ്യൂട്ട്, എന്താണ് ഡൊമെയിൻ. കാരണം നമ്മളിതൊക്കെ പിന്നെയും യൂസ് ചെയ്യുന്ന വേർഡ്സാണ്, അതുകൊണ്ടാണ് കേട്ടോ. ഇനി റിലേഷണൽ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്താണെന്ന് നോക്കാം. ഇതാണ് നമ്മുടെ കോർ, അതായത് നമ്മുടെ സബ്ജക്റ്റ് RDBMS ആണ്. അപ്പോൾ എന്താണ്, അപ്പോൾ ഡാറ്റാബേസിലുള്ള ഒരു ടൈപ്പ് ഓഫ് ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റമാണ് RDBMS. ഞാൻ പറഞ്ഞു ഹൈറാർക്കിക്കൽ ഉണ്ട്, നെറ്റ്വർക്ക്ഡ് ഉണ്ട്, ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ഉണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് റിലേഷണൽ ഡാറ്റാബേസ്. അതാണ് നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ളത്. RDBMS is designed to create, maintain, manipulate, modify and delete information in a relational database. RDBMS എന്ന് പറഞ്ഞാൽ അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്തിനാണ്, നമ്മുടെ റിലേഷണൽ ഡാറ്റാബേസിനെ, അതായത് നമ്മൾ പറഞ്ഞു റിലേഷണൽ ഡാറ്റാബേസ് എന്താണ്, ഒരുപാട് ടേബിൾ ഓഫ് ഡാറ്റ കൂടി ചേർന്നതാണ് നമ്മുടെ റിലേഷണൽ ഡാറ്റാബേസ്. അപ്പോൾ ഒരുപാട് ടേബിൾസ് അതിനകത്തുണ്ടാവും. അത്തരം ടേബിൾസിനെയൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ കഴിയും, മെയിൻറ്റെയിൻ ചെയ്യാം, അതായത് സ്റ്റോർ ചെയ്യാം, മാനിപ്പുലേറ്റ് ചെയ്യാം, അതായത് ഓപ്പറേറ്റ് ചെയ്യാം, മോഡിഫൈ ചെയ്യാം, അതായത് അപ്ഡേഷൻസ് ഒക്കെ കൊണ്ടുവരാം. അതേപോലെ തന്നെ നമുക്ക് അതിനകത്തുള്ള ഇൻഫർമേഷൻസിനെ വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാലും പോസിബിളാണ്. As previously mentioned, modern database utilize the relational database model and many of today's software caters to this type of structured database. ഞാൻ പറഞ്ഞ പോലെ മുന്നേയുള്ള ഒരുപാട് ടൈപ്പ് ഓഫ് ഡാറ്റാബേസസിന് ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു, ഡിപ്പെൻഡൻറ്റ് ഇഷ്യൂസ് ഒക്കെ ആൻഡ് ഓൾ. അപ്പോൾ അതൊക്കെ സോൾവ് ചെയ്താണ് കൊണ്ടുവന്നാണ് നമ്മുടെ റിലേഷണൽ ഡാറ്റാബേസ്. അതുകൊണ്ട് തന്നെ ഇന്ന് ഒരുപാട് സോഫ്റ്റ്വെയർ ഫേംസ് ആയാലും കൺസെപ്റ്റുകളൊക്കെ കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ പ്രിഫർ ചെയ്യുന്നത് നമ്മുടെ ഈ റിലേഷണൽ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റമാണ്. ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഡാറ്റ അവരുടെ ഡാറ്റാബേസിൽ എത്തിയാൽ അവർക്ക് പിന്നെ അത് യൂസ് ചെയ്യാൻ കഴിയും. അപ്പോൾ അതൊക്കെ അവർ ടേബിൾ ഫോർമാറ്റിൽ നമ്മുടെ ഓരോ യൂണിക് ഐഡൻറ്റിഫിക്കേഷൻസും അവർ കീപ്പ് ചെയ്യും. അത് വെച്ചിട്ട് നമ്മൾ എപ്പോൾ എവിടെ പോയാലും നമ്മൾ ഫോണൊക്കെ മെയിൻ അവരുടെ ഒരു ടാർഗറ്റാണ്. നമ്മുടെ ഈ ഫോൺ നമ്പർ, നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട്, നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ട്, വാട്സപ്പ്, എനി അക്കൗണ്ട് ലൈക്ക് ദാറ്റ്. നമ്മളപ്പോൾ ലേക്ക് അടിക്കുന്ന നിമിഷം അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും രീതിയിൽ അവരെ ആക്സസ് ചെയ്യുന്ന നിമിഷം, യൂട്യൂബൊക്കെ എസ്പെഷ്യലി ആ നിമിഷം പിന്നെ നമുക്ക് അവരെ കൊണ്ട് വലിയ ശല്യമായിട്ട് നമുക്ക് തോന്നും. കാരണം നമ്മുടെ ഡാറ്റ അവരവിടെ യൂസ് ചെയ്ത് അവരുടെ അഡ്വർടൈസ്മെൻറ്റ് മാക്സിമം നമ്മളിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. അത് അവർക്ക്
മാർക്കറ്റിങ്ങിനും വേണ്ടിയിട്ടും ബെനിഫിറ്റിനും വേണ്ടിയിട്ടൊക്കെയാണ്. ഓക്കെ, അപ്പോൾ RDBMS എന്താണ് ജസ്റ്റ് ഒരു ഐഡിയ കിട്ടില്ലേ. ഇനി ഞാൻ പറഞ്ഞു എന്തൊക്കെയാണ് RDBMS വെച്ച് ചെയ്യാൻ പറ്റുന്നത്. ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാം, ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യാം, ഇൻഫർമേഷൻ റിട്രീവ് ചെയ്യാം, ആക്സസ് ചെയ്യാം, പിന്നെ ഇൻഫർമേഷൻ മാനേജ്മെൻറ്റ് പോസിബിളാണ്. ഇൻഫർമേഷൻ വേണമെങ്കിൽ അനലൈസ് ചെയ്യാം, അതേപോലെ പ്രിൻറ്റ് ചെയ്യാം, ഇൻഫർമേഷൻ ഷെയർ ചെയ്യാം. അതൊക്കെ ഇത്രയും പ്രോസസ്സിംഗ് ഒക്കെ നമ്മളുടെ RDBMSനകത്ത് പോസിബിളാണ്. ഓരോന്നും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഇനി പഠിക്കുകയും ചെയ്യും കേട്ടോ. ഇനി നമ്മളുടെ റിലേഷണൽ ഡാറ്റാബേസിൽ ബേസിക്കായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കുറേ ടെർമിനോളജീസ് ഉണ്ട്. അപ്പോൾ അത് എന്തൊക്കെയാണ് എന്ന് നോക്കാം. കുറേ ടെർമിനോളജീസ് ഉണ്ട്. അപ്പോൾ 1 by 1 ആയിട്ട് കൺസെപ്റ്റുകളൊക്കെ മനസ്സിലാക്കും. പിന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ ഐഡിയ കിട്ടും. പക്ഷേ ടെർമിനോളജീസിനെ കുറിച്ച് ആദ്യം ഒരു ഐഡിയ വേണം. ഫസ്റ്റ് വൺ എന്താണ്? ഇറ്റ് ഈസ് എ നമ്പർ ഓർ വാല്യൂ ഫൗണ്ട് ആൻഡ് സ്റ്റോർഡ് ഇൻ ദ ഡാറ്റാബേസ്. ഡാറ്റാബേസിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു നമ്പറോ അല്ലെങ്കിൽ വാല്യൂ എനിത്തിങ് ലൈക്ക് ദാറ്റ്, അതാണ് ഡാറ്റ. ഡാറ്റാബേസിനകത്ത് നമ്മൾ സ്റ്റോർ ചെയ്യുന്ന ഒരു വാല്യൂ ആവാം, ഒരു നമ്പർ ആവാം, ഈവൻ എൻ്റെ നെയിം ആവാം, എനിത്തിങ്. ഡാറ്റ ഈസ് സ്റ്റാറ്റിക് ബിക്കോസ് ഇറ്റ് റിമെയിൻസ് ദ സെയിം അൺടിൽ ഇറ്റ് ഈസ് മോഡിഫൈഡ് ബൈ എ പ്രോസസ്. ഡാറ്റ എന്ന് പറഞ്ഞാൽ എപ്പോഴും സ്റ്റാറ്റിക് ആയിരിക്കും. അതായത് അതിന് സ്വയം ചേഞ്ചസ് ഒന്നും വരത്തില്ല. നമ്മൾ എന്തെങ്കിലും പ്രോസസ്സ്, ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ മോഡിഫിക്കേഷനോ എന്തെങ്കിലും മാനിപ്പുലേഷനൊക്കെ ചെയ്യണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു പ്രോസസ്സ്, അതായത് ഒരു ക്വറി പാസ് ചെയ്യണം, അതിൻ്റെ പേരാണ് ക്വറി. ഈ ക്വറി പാസ് ചെയ്യുന്നതിലൂടെയാണ് അതിനകത്ത് എന്തെങ്കിലും ഡാറ്റയ്ക്ക് ചേഞ്ച് വരുള്ളൂ. കാരണം നമ്മൾ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഇങ്ങനെയൊക്കെ ചേഞ്ച് വരുത്തണം എന്നൊരു പ്രോസസ്സ് പാസ് ചെയ്താൽ മാത്രം ഡാറ്റയിൽ ചേഞ്ച് വരും. ഓക്കെ, അതാണ് സിമ്പിളായിട്ട് ഡാറ്റ. നെക്സ്റ്റ്, ഇൻഫർമേഷൻ. ഇറ്റ് ഈസ് എ ഡാറ്റ ദാറ്റ് ഹാസ് ബീൻ പ്രോസസ്ഡ് ദെയർ ബൈ മേക്കിംഗ് ഇറ്റ്. നമ്മൾ എങ്ങനെയാണോ അത് ക്രിയേറ്റ് ചെയ്യുന്നത് ആ രീതിയിലായിരിക്കും ഇൻഫർമേഷൻ വരിക. അതൊരു ജസ്റ്റ് ഡാറ്റയാണ്. പക്ഷേ ഇപ്പോൾ ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഇപ്പോൾ ഒരാൾ, ഇപ്പോൾ സപ്പോസ് റംഷീന, അപ്പോൾ റംഷീനാൻ്റെ പേരാകുമ്പോൾ അവളുടെ ഫുൾ ഡീറ്റെയിൽസ് അതായിരിക്കും അവളെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ. ഓക്കെ, ഇത്തരം ഒരു ഇൻഫർമേഷൻ എന്ന് പറയുമ്പോൾ റിലവൻ്റ് ആയിരിക്കും. അതേപോലെ മീനിങ് ഫുൾ ടു ദ പേഴ്സൺ വ്യൂയിങ് ഇറ്റ്. അത് കാണുന്ന ആൾക്ക് അതൊരു മീനിങ് ഫുൾ ആയിരിക്കും. കാരണം ഇപ്പോൾ പറഞ്ഞ ആൾ റംഷീനാണെങ്കിൽ അവളുടെ നെയിം ഉണ്ടായിരിക്കും, റോൾ നമ്പർ, രജിസ്റ്റർ നമ്പർ, അവളുടെ ഡീറ്റെയിൽസ്, സബ്ജക്റ്റ്, ഫാദർ നെയിം, അങ്ങനെ കുറേ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ അതെന്താണ് റെലവൻ്റ് ആണ്. അതേപോലെ തന്നെ അത് മീനിങ് ഫുള്ളുമാണ്. കാരണം അവളുടെ ഫുൾ ഡാറ്റ നമുക്ക് അതിന് ആക്സസ് ചെയ്യാൻ കഴിയും. ഇൻഫർമേഷൻ ഈസ് ഡൈനാമിക് ബിക്കോസ് ഇറ്റ് ചേഞ്ച് റിലേറ്റീവ് to the data stored in the database and it could be processed in many ways. അതായത് ഇത് ഡൈനാമിക് ആണ്. ഡാറ്റ നമ്മൾ പറഞ്ഞു സ്റ്റാറ്റിക് ആണ്, പക്ഷേ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഡൈനാമിക് ആണ്. അതായത് നമുക്ക് വേണമെങ്കിൽ അതിൽ എന്തെങ്കിലും ഇപ്പോൾ ഫോൺ നമ്പർ മാറിയാൽ ആ ഫോൺ നമ്പർ ചേഞ്ചസ് കൊടുത്താം, ആ ഫീൽഡ് ചേഞ്ച് ചെയ്താൽ മൊത്തം ഇൻഫർമേഷനിൽ ചെറിയൊരു ചേഞ്ച് വന്നു. അതായത് ഇത് ഡൈനാമിക് ആയിട്ട് മാറി. ഓക്കെ, ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ അതേപോലെ ഇപ്പോൾ മാരേജ് കഴിഞ്ഞാൽ ഹസ്ബൻഡിൻ്റെ സ്ഥലപ്പേര് കൊടുക്കുകയാണെങ്കിൽ അവിടെ ഇൻഫർമേഷനിൽ ചേഞ്ച് വന്നു. അപ്പോൾ നമുക്ക് അവരെ ആക്സസ് ചെയ്യാനുള്ള സ്ഥലം മാറിപ്പോയില്ലേ. അതേപോലെ അവർക്ക് നമ്മൾ കോൾ ചെയ്യാനുള്ള സ്ഥലം, കോൾ നമ്പർ മാറിപ്പോവുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ പ്രോസസ്സ് ചെയ്ത് മാറ്റിയെടുക്കുമ്പോൾ അതൊരു ഡൈനാമിക് ആയിട്ട് മാറി. അപ്പോൾ ഇൻഫർമേഷൻ ജസ്റ്റ് പറഞ്ഞാൽ റെലവൻ്റ് ആയിട്ടുള്ള മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു ഡാറ്റ. ഓക്കെ, പറഞ്ഞാൽ എന്താ മനസ്സിലാവുന്നില്ലേ? ഓക്കെ, അപ്പോൾ അത്രയാണ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. ദെൻ നൾ. It is used to represent a value that is unknown or missing. A null value is neither a zero nor a blank. നൾ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് നമ്മൾ ഡാറ്റാബേസിനകത്ത് അല്ലെങ്കിൽ റിലേഷണൽ RDBMSനകത്ത് യൂസ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റാണ് നൾ. അതൊക്കെ നമ്മളിൻ്റെ ടേബിൾ ക്രിയേഷനിലൊക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. കാരണം ഇത് നമ്മൾ ടെർമിനോളജീസ് ബേസിക്സ് പറയുകയാണ്. ഇതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് അൺനോൺ ആണ്, മിസ്സിംഗ് ആണെന്നൊക്കെ കാണിക്കാൻ വേണ്ടി റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് നൾ, അല്ലെങ്കിൽ ഒരു കൺസെപ്റ്റാണ് നൾ. ഇതിനൊരിക്കലും നമ്മൾ സീറോ ആണെന്നോ ബ്ലാങ്ക് ആണെന്നോ ഒന്നും മീൻ ചെയ്യേണ്ട ആവശ്യമില്ല. അത് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു അൺനോണിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റ്. ദെൻ ടേബിൾ. ഇറ്റ് ഈസ് ദ മെയിൻ സ്ട്രക്ചർ ഇൻ ദ റിലേഷണൽ ഡാറ്റാബേസിനകത്തുള്ള ഒരു മെയിൻ സ്ട്രക്ചറാണ് ടേബിൾ. ഇറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് ആട്രിബ്യൂട്ട്സ്, ദാറ്റ് ഈസ് ഫീൽഡ്സ് ആൻഡ് ഡൊമൈൻസ്, റെക്കോർഡ്സ്. ഇതിനകത്ത് ആട്രിബ്യൂട്ട്സും ഡൊമൈൻസും കൂടിയതാണ് നമ്മളുടെ ടേബിൾ. ഈ ടേബിൾ ഓൾമോസ്റ്റ് ഓൾവേസ് റെപ്രസെൻറ്റ് എ സബ്ജക്ട് ദാറ്റ് ക്യാൻ ബി ആൻ ഒബ്ജക്ട്, പേഴ്സൺ, പ്ലേസ്, ഓർ തിങ്, ഓർ എനിവൻ. ഇവിടെ നമ്മൾ പറഞ്ഞ എന്താണ്? പേഴ്സൺസ് ആണ്. അതായത് ഇപ്പോൾ റംഷീനൻ്റെ ഒക്കെ പറഞ്ഞ എന്താണ്? സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ സ്റ്റുഡൻറ്റിൻ്റെ ടേബിൾ ആണെങ്കിൽ അതിനകത്ത് സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കും, റോൾ നമ്പർ, നെയിം, രജിസ്റ്റർ നമ്പർ, അങ്ങനെ കുറേ ഡാറ്റാസ് കണ്ടൻസ് അതിനകത്തുണ്ടായിരിക്കും. അതാണ് ടേബിൾ. ഓക്കെ, അയ്യോ ഇതെന്ത് ഫിഗറാണ്? ഈ ഫിഗർ നിങ്ങൾ മെയിൻ ചെയ്യേണ്ട കേട്ടോ. ഇത് സംഭവം എന്ന് വെച്ചാൽ ഞാൻ ടെക്സ്റ്റ് ബുക്ക് ഇന്നലെ നൈറ്റിലാണ് നമുക്ക് ഇങ്ങനെ സബ്ജക്റ്റൊക്കെ സെറ്റായി വന്നത്. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് ഇനിയിപ്പോൾ ലൈബ്രറി പോയിട്ടൊക്കെ എടുക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഗൂഗിളൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ബേസിക് ഐഡിയാസ് ഇന്ന് തരണമല്ലോ, കാരണം 2 അവർ ഉണ്ട് എന്ന് കരുതിയിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ സെൻഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇവയെ കണ്ടൻറ്റ് നിങ്ങൾ കറക്റ്റായിട്ട് എഴുതിയെടുക്കുക. പെർഫെക്റ്റ് കണ്ടൻസ് ആണ്, ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റുകളാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ടേബിളിനെ കുറിച്ചൊരു ഐഡിയ ഇല്ല. ജസ്റ്റ് ടേബിൾസ് നമുക്കറിയാലോ, ടേബിളാണ് റോസും കോളസൊക്കെ ഉണ്ടായിരിക്കും. ഇവിടെ നമ്മൾ പകരം ആട്രിബ്യൂട്ട്സും ഡൊമൈൻസും ആണ് യൂസ് ചെയ്യുന്നത്. അതിനകത്തുള്ള ഫീൽഡ്, അതിനകത്തുള്ള റെക്കോർഡ്സൊക്കെ. ഓക്കെ, അപ്പോൾ സ്റ്റുഡൻറ്റിൻ്റെ റെക്കോർഡ്സ് കീപ്പ് ചെയ്യാം, ടീച്ചേഴ്സിൻ്റെ കീപ്പ് ചെയ്യാം, അങ്ങനെ ഏത് ടൈപ്പ് ഒബ്ജക്റ്റിൻ്റെ വേണമെങ്കിലും. ഇവിടെ പറഞ്ഞല്ലോ പ്ലേസ്, പേഴ്സൺ, തിങ്, ഒരു ഇവൻ്റ്, എനിത്തിങ്, നമുക്ക് ഏത് വേണമെങ്കിലും ഇങ്ങനെ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ഫയൽ. ഇറ്റ് ഈസ് എൻ ഓർഗനൈസ്ഡ് കളക്ഷൻ ഓഫ് ഡാറ്റ അബൌട്ട് ആൻ എൻറ്റിറ്റി. നമുക്ക് ഒരു ഓർഗനൈസ്ഡ് ഡാറ്റൻ്റെ കളക്റ്റഡ് ഡാറ്റൻ്റെ
കണ്ടൻറ്റ്, അതായത് ഈ കളക്റ്റഡ് ഡാറ്റ നമുക്ക് വേണമെങ്കിൽ ഒരു ഫയലായിട്ട് കീപ്പ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എന്തെങ്കിലും ഒരു എൻറ്റിറ്റി, ഇപ്പോൾ പറഞ്ഞു നിങ്ങളുടെ ഡീറ്റെയിൽസ് ആണെങ്കിലും ശരി, അതൊരു എൻറ്റിറ്റി ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്കതൊരു ഫയലിൽ സ്റ്റോർ ചെയ്യാൻ കഴിയും. അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന കൺസെപ്റ്റാണ് ഫയൽ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ബുക്ക് സ്റ്റോർ ആണെങ്കിൽ അതിൽ ബ്രാഞ്ച് പറഞ്ഞ ഒരു ഫയൽ ഉണ്ടെങ്കിൽ ആ ബ്രാഞ്ചിനകത്തുള്ള പെർട്ടിക്കുലർ ബുക്ക് സ്റ്റോർ ബ്രാഞ്ചിനകത്തുള്ള എല്ലാ ഡാറ്റയും അതിനകത്തുണ്ടാവും. ഓക്കെ, ഫയലാണ് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന, റിയൽ ലൈഫിൽ യൂസ് ചെയ്യുന്ന ആ ഒരു കൺസെപ്റ്റ് തന്നെയാണ്. ഇപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആകുമ്പോൾ അതിനകത്തുള്ള എല്ലാ ഡാറ്റയും അതിൻ്റെ ഫയലിനകത്തുണ്ടാവും എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഇവിടെയും ഫയലിൻ്റെ മീനിങ്. ദെൻ റെക്കോർഡ്, ഇറ്റ് ഈസ് റെഫേഴ്സ് ടു എ സ്പെസിഫിക് പേഴ്സൺ, പ്ലേസ്, തിങ് ഓർ ഇവൻറ്റ്. ഇതെന്ന് പറഞ്ഞാൽ ഒരു സ്പെസിഫിക് പേഴ്സണെ കുറിച്ചാവാം, പ്ലേസിനെ കുറിച്ച്, ഇവൻറ്റ്. ഞാൻ പറഞ്ഞു സ്റ്റുഡൻ്റാണ് നമ്മളിവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ. അപ്പോൾ സ്റ്റുഡൻറ്റിൻ്റെ റെക്കോർഡ്, അപ്പോൾ നിങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നത് റെക്കോർഡായിട്ടാണ്. റെക്കോർഡ് ഈസ് ഓൾസോ നോൺ ആസ് ടപ്പിൾ ഇൻ ദ റിലേഷണൽ ഡാറ്റാബേസ് ടെർമിനോളജി. നമ്മുടെ RDBMSനകത്ത് നമ്മൾ റെക്കോർഡിനെ ടപ്പിൾ, അപ്പോൾ നിങ്ങൾ ഈ വേർഡ്സൊക്കെ നന്നായിട്ട് നോട്ട് ചെയ്തോളൂ. അപ്പോൾ ആട്രിബ്യൂട്ട്, അതേപോലെ ഡൊമൈന്, ഇവിടെ നമ്മൾ പറഞ്ഞ ടപ്പിൾ എന്നൊക്കെ പറഞ്ഞ വേർഡ്സ് നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. ഓക്കെ, ഇറ്റ് പെർട്ടൈൻസ് ടു സ്ട്രക്ചർ ഇൻ ദ ഡാറ്റാബേസ് ടേബിൾ റെപ്രസെൻറ്റിങ് എ യൂണീക്ക് ഇൻസ്റ്റൻസ് ഓഫ് സബ്ജക്ട്സ്. നമ്മളുടെ ഡാറ്റാബേസിനകത്ത് യൂണീക്കായിട്ട് ഓരോ ഡാറ്റ കൊടുക്കുന്നതിനെ ഓരോന്നിനെയും നമ്മൾ എന്ത് പറയും, ഓരോ റെക്കോർഡ് എന്ന് പറയും. ഓക്കെ, അതായത് ഓരോ ടപ്പിൾ. ഇപ്പോൾ റംഷീനെ ആണെങ്കിൽ റംഷീനെ കുറിച്ചുള്ള ഡീറ്റെയിൽസിനെ നമ്മൾ എന്തായാലും അവളുടെ ഒരു റെക്കോർഡ് എന്നോ അവളുടെ ഒരു ടപ്പിൾ എന്നൊക്കെ പറയും. അപ്പോൾ അവളെക്കുറിച്ചുള്ള ഡീറ്റെയിൽസിനെ നമ്മൾ ടപ്പിളായിട്ട് അല്ലെങ്കിൽ റെക്കോർഡായിട്ട് കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, then field, it is the smallest structure of a data from a large database structure in the relational database. A field can store data in a database and represent a character of the subject to which database table it resides. ഇതെന്ന് പറഞ്ഞാൽ നമ്മളുടെ ഡാറ്റാബേസിനകത്തുള്ള ടേബിളിനകത്തുള്ള ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള സ്ട്രക്ചറാണ് ഫീൽഡ്. ഇപ്പോൾ നമ്മൾ എക്സലൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയില്ല അതിൻ്റെ ഫീൽഡ് എന്താണ്. അതിനകത്തുള്ള ചെറിയ നമുക്ക് എന്തെങ്കിലും ഡാറ്റ സെൻഡ് ചെയ്യാനുള്ള അല്ലെങ്കിൽ പേസ്റ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ടൈപ്പ് ചെയ്യാനുള്ള ആ ഒരു സ്പേസ്, അതാണ് ഫീൽഡ്. ഇതിനകത്തും അത് തന്നെയാണ് ഫീൽഡ് കൊണ്ട് മീൻ ചെയ്യുന്നത്. നമുക്ക് അതിനകത്ത് റോൾ നമ്പർ കൊടുക്കാം, അല്ലെങ്കിൽ നെയിം കൊടുക്കാം, എന്തെങ്കിലും കൊടുക്കുമ്പോൾ ഓരോ അതിൻ്റെ ആ ഒരു ഏരിയനെ നമ്മൾ ഫീൽഡ് എന്നാണ് പറയുക. ഞാൻ തന്നെ ക്ഷീണിച്ചിട്ടോ, കാരണം ഇതൊക്കെ ബേസിക്കായുള്ള കൺസെപ്റ്റുകളാണ്. അപ്പോൾ നമ്മൾ കുറേ ക്ലാസ് എടുത്ത് തീർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് പിന്നെ നമ്മൾ ഇനിയും റിപ്പീറ്റ് ചെയ്തത് പറയൂ കേട്ടോ, അതുകൊണ്ട് ടെൻഷൻ ആവുന്നു വേണ്ട. നെക്സ്റ്റ് വ്യൂ, ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് എ വിർച്വൽ ടേബിൾ. വ്യൂ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഞാൻ പറഞ്ഞു ഈ ഫിഗറും നിങ്ങൾ കൂടുതൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ട. ഞാനിപ്പോൾ ടെക്സ്റ്റ് ബുക്ക് എടുക്കാൻ ഇപ്പോൾ ഇന്ന് ലൈബ്രറി പോയിട്ടൊക്കെ വേണം, അപ്പോൾ അതുകൊണ്ടുള്ള പ്രശ്നമാണ്. പക്ഷേ നിങ്ങൾക്ക് ഡാറ്റ നമുക്ക് എത്തിക്കാൻ വേണം, കാരണം ഇന്ന് 2 hour ഉണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. View, it is also known as a virtual table. It is called a virtual table since it does not hold data on its own. അതായത് ഇതിന് നമ്മൾ വ്യൂവിനെ നമ്മൾ പറയുന്ന പേരാണ് വിർച്വൽ ടേബിൾ. വിർച്വൽ ടേബിളാണ്. ശരിക്കും അങ്ങനെ ഒരു ഫിസിക്കലി അങ്ങനെ ഒരു ടേബിൾ ഇല്ല. പക്ഷേ നമ്മൾ എന്ത് ചെയ്യാണ്, കൺസിഡർ ചെയ്യണം അങ്ങനെ ഒരു ടേബിൾ ഉണ്ടെങ്കിൽ. ഇപ്പോൾ എനിക്കിപ്പോൾ റംഷീനാൻ്റെ അല്ലെങ്കിൽ കുറച്ച് കുട്ടികളുടെ, നിങ്ങൾ ക്ലാസ്സിലെ കുറച്ച് കുട്ടികളുടെ റോൾ നമ്പറും നെയിമും മാത്രം മതിയെങ്കിൽ ഞാൻ ബാക്കിയുള്ള ഡാറ്റയൊക്കെ ടേബിളിനകത്തുണ്ടാവും. പക്ഷേ ഈ 2 കൺസെപ്റ്റുകൾ മാത്രം എടുത്ത് എനിക്ക് വ്യൂ ചെയ്യണം. ബാക്കിയുള്ളതൊന്നും മെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. എന്തോ ഒരു പ്രത്യേക പർപ്പസിന് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ജസ്റ്റ് ഫോൺ നമ്പറോ അല്ലെങ്കിൽ റോൾ നമ്പറോ ഏതെങ്കിലും 1-2 ഡാറ്റ മതി. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുക, ഒരു വെർച്വൽ ടാബിലേക്ക് ഈ ഡാറ്റ മാത്രം കൊണ്ടുവന്ന് അതിനെ വ്യൂ ചെയ്ത് എനിക്ക് എന്താണോ പ്രോസസ്സ് ചെയ്യാനുള്ളത് അത് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് വ്യൂ. അതായത് ഒരു വിർച്വൽ ടേബിൾ. അങ്ങനെ ടേബിൾ ശരിക്കും ഇല്ല, പക്ഷേ നമുക്ക് വേണമെങ്കിൽ അതൊരു ടേബിളായിട്ട് കൺസിഡർ ചെയ്ത് യൂസ് ചെയ്യാൻ കഴിയും. അത് നമ്മളുടെ ഒരു അഡ്വാൻറ്റേജ് ആണ് നമ്മുടെ RDBMSൻ്റെ. Rather, it gets data from the table which it is based, and since it comes from other table, it is composed of several fields coming from one or more data. വേണമെങ്കിൽ നമുക്ക് ഒരു ടേബിളിൽ നിന്ന് വെറുതെ 2 ഫീൽഡ് മാത്രം യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ 2 കോളം മാത്രം യൂസ് ചെയ്തിട്ട് ഒരു വിർച്വൽ ടേബിൾ, അതായത് വ്യൂ എന്നാണ് ഇവിടെ യൂസ് ചെയ്യുക. ഞാൻ പറഞ്ഞാൽ ഇവിടെ ഓരോന്നിനും നമ്മൾ ഓരോ പേരുകൾ യൂസ് ചെയ്യുന്നുണ്ട്. ആ പേരാണ് നമ്മൾ ഇതിനകത്ത് RDBMSനകത്ത് യൂസ് ചെയ്യുക. ഇപ്പോൾ വ്യൂ ആണെങ്കിൽ ആ ജസ്റ്റ് 2 കോളം മാത്രം യൂസ് ചെയ്തിട്ടുള്ളതിനെയാണ് നമ്മൾ വ്യൂ എന്ന് പറയാം. അപ്പോൾ വേണമെങ്കിൽ ഒരു ടേബിളിൽ നിന്ന് കുറച്ച് ഡാറ്റ യൂസ് ചെയ്യാം, വേണമെങ്കിൽ 2 ടേബിളിൽ നിന്ന് അതിന് ഏതെങ്കിലും യൂണീക്കായിട്ടുള്ള ഡാറ്റ പിടിച്ച് അത് വ്യൂ ചെയ്യാം. അതിനൊക്കെ ഓപ്പറേഷൻസ് ഉണ്ട്, ക്വറീസ് ഉണ്ട്, നമ്മളതൊക്കെ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുക. നിങ്ങൾ ടെൻഷൻ ആവേണ്ട, അതൊക്കെ നമ്മൾ 1 by 1 ആയിട്ട് പഠിക്കും. നെക്സ്റ്റ് കീസ്. These are fields that serve specific purpose within a table. There are 2 types of keys, primary key and foreign key. ഇതെന്ന് പറഞ്ഞാൽ സ്പെസിഫിക് പർപ്പസ്, ഒരു ടേബിളിനകത്ത് സ്പെസിഫിക് പർപ്പസ് കീപ്പ് ചെയ്യുന്ന 2 ടൈപ്പ് ഓഫ് കൺസെപ്റ്റുകളാണ് കീസ്. 2 ടൈപ്പ് കീസ് ഉണ്ട്, പ്രൈമറി കീ ഉണ്ട്, ഫോറിൻ കീ. അതായത് നമ്മൾ ടേബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ കീ എന്ന 2 സംഭവങ്ങൾ കൊടുക്കും. പ്രൈമറി കീയും കൊടുക്കും, ഫോറിൻ കീയും കൊടുക്കും. ഇതെന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് 2 ടൈപ്പ് ഫീൽഡുകളാണ്, അതിന് പ്രത്യേകം പർപ്പസുകളുണ്ട്. ആ പർപ്പസ് എന്താണെന്ന് ഞാൻ പറയാം. പ്രൈമറി കീ ആണെങ്കിൽ എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ യൂണീക്ലി ഐഡൻറ്റിഫൈ റെക്കോർഡ് ഇൻ ദ ടേബിൾ. ഇപ്പോൾ നിങ്ങളുടെ ക്ലാസ്സിൽ കുറേ കുട്ടികളുടെ ഓരോ ഡാറ്റ കൊടുക്കുമ്പോൾ എല്ലാവരെയും ഐഡൻറ്റിഫൈ ചെയ്യാൻ എന്തെങ്കിലും ഒരു യൂണീക്ക് ഐഡൻറ്റിറ്റി വേണ്ടേ? അതായത് നിങ്ങളുടെ ഇപ്പോൾ റോൾ നമ്പർ, ഓരോ ആളുകളും പേര് ചിലപ്പോൾ സെയിം ആയിരിക്കും, ഇനീഷ്യലൊക്കെ ചിലപ്പോൾ സെയിം ആയിരിക്കും സപ്പോസ്. പക്ഷേ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അല്ലെങ്കിൽ നിങ്ങളുടെ റോൾ നമ്പർ ഡിഫറെൻ്റ് ആയിരിക്കും. കാരണം അതെന്താണ്, യൂണീക്കാണ്.
അപ്പോൾ അത്തരം വാല്യൂസിനെ നമ്മൾ എന്ത് ചെയ്യും, യുണീക്കായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രൈമറി കീ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രൈമറി കീ യൂസ് ചെയ്താൽ എന്ത് ചെയ്യാം, നിങ്ങളുടെ കണ്ടൻറ്റുകൾ ഇനിയിപ്പോൾ സെയിം ആയിട്ട് വന്നാൽ പോലും പ്രശ്നമില്ല. കാരണം എന്താ, യുണീക്കായിട്ട് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേറെ ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ പ്രൈമറി കീ യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ റോൾ നമ്പർ ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിനെയാണ് കീസ് യൂസ് ചെയ്യുന്നത്. കീസ് യൂസ് ചെയ്യുന്നത് എന്താണ്, യുണീക്കായിട്ട് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. The foreign key is a special field that establishes a relationship between two tables. ഫോറിൻ കീ യൂസ് ചെയ്യുന്നത് എന്താ വെച്ചാൽ അതൊരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഫീൽഡാണ്. നമ്മൾ രണ്ട് ടേബിൾസുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫോറിൻ കീ യൂസ് ചെയ്യുന്നത്. അപ്പോൾ രണ്ട് ടൈപ്പ് കീസാണ് യൂസ് ഉള്ളത്, പ്രൈമറി കീ ഉണ്ട്, ഫോറിൻ കീ ഉണ്ട്. നെക്സ്റ്റ് റിലേഷൻഷിപ്പ്, ദേ എക്സിസ്റ്റ് വെൻ ടു ഓർ മോർ ടേബിൾസ് ഹാവ് കണക്ഷൻ ഓർ അസോസിയേഷൻ. രണ്ടോ അതിൽ കൂടുതലോ തമ്മിൽ ഫോറിൻ കീ ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു, റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെങ്കിൽ അതിനെയാണ് നമ്മൾ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. വെച്ചാൽ രണ്ട് ടേബിളോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ടേബിളോ തമ്മിൽ റിലേഷൻസ് വരിക, എന്തെങ്കിലും ഒരു ഡാറ്റ തമ്മിൽ മാച്ച് ചെയ്യാൻ കഴിഞ്ഞാൽ അപ്പോൾ തമ്മിൽ എന്തോ റിലേഷൻഷിപ്പ് ഉണ്ടായില്ലേ, അതിനെയാണ് നമ്മൾ റിലേഷൻഷിപ്പ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ടെർമിനോളജീസിനെ കുറിച്ച് പറയാനുള്ളത്. സത്യം പറഞ്ഞാൽ ഞാനൊന്ന് ക്ഷീണിച്ചതെല്ലാം കൂടെ പറയാഞ്ഞപ്പോഴേ. സംഭവം കൺസെപ്റ്റുകളൊക്കെ സിമ്പിളാണ്. ഇനി ഞാൻ 1 by 1 ആയിട്ട് നമ്മളിനി എല്ലാം പറയുകയും ചെയ്യും. പക്ഷേ ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ബേസിക് ഐഡിയ, 2 അവർ ഉണ്ടായിട്ട് നമ്മൾ എടുക്കാതിരിക്കാൻ ശരിയാവില്ലല്ലോ. അപ്പോൾ ഇന്നലെ നൈറ്റിലാണ് നമുക്കിപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും ടൈം ടേബിളൊക്കെ സെറ്റായി വന്നത്, അപ്പോൾ അതേപോലെ സബ്ജക്റ്റൊക്കെ സെറ്റായി വന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, വീഡിയോ വാച്ച് ചെയ്യുക, നോട്ട്സ് എഴുതിയെടുക്കുക, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യുക കേട്ടോ. പേടിക്കേണ്ട, അതിപ്പോൾ ഞാൻ കുറേ പറഞ്ഞപ്പോൾ നിങ്ങൾ അയ്യോ എത്രയേ ഉണ്ട് എന്നൊക്കെ തോന്നും. പക്ഷേ ജസ്റ്റ് ബേസിക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി 1 by 1 ആയിട്ടൊക്കെ നമ്മൾ റിപ്പീറ്റ് ചെയ്തതിൻ്റെ കൺസെപ്റ്റുകളൊക്കെ പറയും. ഡോണ്ട് വറി, ബി ഹാപ്പി. ഓക്കെ, അപ്പോൾ എല്ലാവരും നോട്ട് എഴുതിയെടുത്തോളൂ. ഓക്കെ, താങ്ക് യു.